റഷ്യയുമായുള്ള സൈനിക സംഘർഷങ്ങളിൽ ഉലഞ്ഞുപോയ ഇറാന്റെ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ റഷ്യ പരസ്യമായി സഹായിക്കുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന അമേരിക്കൻ സൈനിക നീക്കങ്ങളെ നേരിടാൻ ഇറാനെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോയുടെ ഈ അടിയന്തര ഇടപെടലെന്നാണ് സൂചനകൾ. നിലവിൽ ഇറാനുമായി നിലനിൽക്കുന്ന താൽക്കാലികവും ദുർബലവുമായ വെടിനിർത്തൽ കരാർ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയല്ല, മറിച്ച് റഷ്യൻ നായകൻ വ്ളാഡിമിർ പുടിനെയാണ് നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വരിക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സമീപകാലത്ത് നടന്ന കടുത്ത സൈനിക ഏറ്റുമുട്ടലുകളിൽ ഇറാൻ ശേഖരത്തിന്റെ ഏതാണ്ട് 60% തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഇറാന്റെ സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ ആയുധമായിരുന്ന ഡ്രോൺ വ്യൂഹം തകർന്നത് ടെഹ്റാന് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ ഈ തകർച്ചയിൽ നിന്നും ഇറാനെ അടിയന്തരമായി കരകയറ്റാൻ റഷ്യ ഇപ്പോൾ വലിയ രീതിയിലുള്ള സാങ്കേതിക സൈനിക സഹായങ്ങൾ നൽകി വരികയാണെന്നാണ് ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാസ്പിയൻ കടൽ മാർഗമാണ് റഷ്യയിൽ നിന്നുള്ള രഹസ്യ സൈനിക സഹായങ്ങൾ പ്രധാനമായും ഇറാനിലേക്ക് ഒഴുകുന്നത്. ഡ്രോൺ നിർമ്മാണത്തിന് ആവശ്യമായ അത്യാധുനിക ഘടകങ്ങളും മറ്റ് ഇലക്ട്രോണിക് സാമഗ്രികളും റഷ്യൻ കപ്പലുകൾ വഴി കാസ്പിയൻ കടലിലൂടെ ഇറാനിയൻ തീരങ്ങളിൽ എത്തിക്കുന്നു. അമേരിക്കയുടെയോ സഖ്യകക്ഷികളുടെയോ സാന്നിധ്യമില്ലാത്ത ജലാശയമായതിനാൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ സുരക്ഷിതമായി ആയുധ സാമഗ്രികൾ കൈമാറാൻ ഈ റൂട്ട് റഷ്യയ്ക്ക് വലിയ സഹായകമാകുന്നുണ്ട്. ഈ രഹസ്യ ഓപ്പറേഷനിലൂടെ ഇറാന്റെ ആക്രമണശേഷി എത്രയും വേഗം പഴയ പടിയാക്കാനാണ് പുടിന്റെ ടീം ശ്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഇറാന് ദുർബലമാകുന്നത് തങ്ങളുടെ തന്ത്രപ്രധാനമായ താൽപര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് മോസ്കോ കരുതുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിച്ച ഇറാൻ അവർ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൃത്യമായ തിരിച്ചു നൽകൽ കൂടിയാണ് മോസ്കോ ഇതിലൂടെ ചെയ്യുന്നത്. ഇറാന്റെ തകർന്ന യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും പുനരുദ്ധീകരിക്കുന്നതിനും റഷ്യൻ സാങ്കേതിക വിദഗ്ധർ പരോക്ഷമായി പങ്കാളികളാകുന്നുണ്ടെന്നാണ് വിവരം. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ റഷ്യ കൈവരിച്ച പുതിയ മുന്നേറ്റങ്ങൾ ഇറാനിയൻ സൈന്യത്തിന് കൈമാറുന്നതിലൂടെ പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പുടിന് സാധിക്കും. ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ തലവേദനയായി മാറും. സൈനികമായ സഹായങ്ങൾക്ക് പുറമെ കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന് വലിയൊരു സാമ്പത്തിക വാണിജ്യ ജീവനാഡിയും റഷ്യ ഒരുക്കുന്നുണ്ട്. നിലവിൽ ഹോർമുസ് കടലിടുക്ക് അമേരിക്കൻ നാവികസേന പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ്. ആഗോള വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് അടഞ്ഞതോടെ ഇറാന്റെ സാധാരണ വാണിജ്യ നീക്കങ്ങളെല്ലാം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ റഷ്യ തങ്ങളുടെ സ്വന്തം വിതരണ ശൃംഖലകൾ ഇറാനായി തുറന്നു നൽകിയിരിക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലൂടെ സാധാരണഗതിയിൽ കടന്നു പോകേണ്ടിയിരുന്ന ആവശ്യ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഇപ്പോൾ റഷ്യൻ അതിർത്തികളിൽ വഴിയും ഹോർമുസ് കടലിടുക്കിലൂടെ സാധാരണഗതിയിൽ കടന്നു പോകേണ്ടിയിരുന്ന ആവശ്യ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഇപ്പോൾ റഷ്യൻ അതിർത്തികൾ വഴിയും വടക്കൻ സമുദ്രപാതകൾ വഴിയുമാണ് ഇറാനിലേക്ക് എത്തുന്നത്. അമേരിക്കൻ നാവികസേനയുടെ മൂക്കിന് താഴെ കൂടി ഇറാനെ പട്ടിണിക്കിടാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് റഷ്യൻ ഭരണകൂടം. ഇത് ഇറാന് സാമ്പത്തികമായി വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ വലിയ ചോദ്യചിഹ്നമായി മാറുന്നത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈനയെ മധ്യവർത്തിയാക്കി ചർച്ചകൾ നടത്തണമെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യകാല കണക്കുകൂട്ടൽ. എന്നാൽ ഇറാന്റെ സൈനിക പ്രതിസന്ധികളിൽ നേരിട്ട് ഇടപെടുന്നത് റഷ്യ ആയതിനാൽ ഇനി പുടിനുമായി ചർച്ച നടത്താതെ ട്രംപിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തകർക്കാൻ പുടിൻ കണ്ടെത്തിയ തന്ത്രപരമായ ആയുധമാണ് ഈ റഷ്യ ഇറാൻ അച്ചുതണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും നിരന്തരം അസ്വസ്ഥമാക്കുന്നതിലൂടെ യൂറോപ്പിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നു. അമേരിക്ക ഒരേ സമയം രണ്ട് മുന്നണികളിൽ തളച്ചിടുക എന്ന തന്ത്രമാണ് പുടിൻ പയറ്റുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് റഷ്യൻ സഹായം ലഭിക്കുന്നത് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിലും ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ശേഷി വീണ്ടും വർദ്ധിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാക്കുമെന്ന് സൗദി അറേബ്യയും UAEയും ഭയപ്പെടുന്നു.
അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ സൈനികമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നേരിട്ട് കടക്കാൻ ട്രംപിന് എളുപ്പമല്ല. അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ വളരെ ദുർബലമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ ട്രംപിന് തിരിച്ചടിക്കേണ്ടി വരും. എന്നാൽ റഷ്യൻ സഹായത്തോടെ ഇറാൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു അമേരിക്കൻ ആക്രമണം വിചാരിച്ചത്ര എളുപ്പമാകില്ല. ഈ രഹസ്യ സഖ്യം ആഗോളതലത്തിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ ലക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു വശത്ത് അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് റഷ്യയും ഇറാനും ചൈനയും ചേരുന്ന ശക്തമായ ഒരു സഖ്യം രൂപപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ അധികാര തർക്കങ്ങൾ കേവലം പ്രാദേശികമല്ലെന്നും അത് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നുവെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ്. കാസ്പിയൻ കടലിലെ റഷ്യൻ കപ്പലുകളുടെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ അമേരിക്കൻ ഉപഗ്രഹങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ പരമാധികാരം കാരണം അവിടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ നടത്താൻ യുഎസിന് സാധിക്കില്ല. ഇത് റഷ്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു. ഇറാന്റെ പക്കൽ നിന്നും ലഭിക്കുന്ന യുദ്ധാനുഭവങ്ങളും വിവരങ്ങളും തങ്ങളുടെ സ്വന്തം സൈനിക നവീകരണത്തിനായി റഷ്യയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ഇറാനുള്ള സഹായം നിർത്തിവെച്ചാൽ യുക്രൈൻ വിഷയത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാമെന്ന രീതിയിലുള്ള തന്ത്രപരമായ ഓഫറുകൾ ട്രംപ് പുടിന് മുന്നിൽ വെച്ചേക്കാം. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ പുടിന് അത്ര പെട്ടെന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ തകർന്ന യുദ്ധ മെഷീനുകളെ റഷ്യ രഹസ്യമായി പുനരുജ്ജീവിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെയും നാവിക പ്രതിരോധങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന ഈ നീക്കം ആഗോളതലത്തിൽ ശക്തിബലങ്ങളുടെ ഒരു പുതിയ യുഗത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. വ്ളാഡിമിർ പുടിന്റെ ഈ മാസ്റ്റർ പ്ലാനിന് മുൻപിൽ ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.